എന്ത് ചവറാണെങ്കിലും വിളമ്പി കഴിഞ്ഞാ വെട്ടി വിഴുങ്ങി കഴിക്കാൻ തോന്നും. ചവറാണ് മനുഷ്യൻ കഴിക്കുന്നത്. എടാ ഒരു ഉപമ പറഞ്ഞതാടാ പോത്തെ. ഉപമയോ? നിങ്ങൾ തുടങ്ങിയോ ഉപമയോ ഉൽപ്രേക്ഷയൊക്കെ? എന്നിട്ട് ആ സമയത്തൊക്കെ രാധമ്മയുടെ മുഖത്ത് എന്തൊരു വെട്ടമായിരുന്നു. ഈ മഹാലക്ഷ്മി വന്നിങ്ങനെ പളപളാന്ന് മിന്നുമായിരുന്നു. എന്താ ഒരു ഐശ്വര്യം. അത് പോയിട്ട് ഇപ്പൊ മുഖത്ത് മൂശാട്ട. അതെ, കുറ്റം പറയുന്നതല്ല, ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ഗുണവധികാരം പറയുമായിരുന്നു. ഇവരിപ്പോ ഏത് വള്ളത്തിലാ? ഇപ്പൊ ഇവിടുന്ന് ആഹാരം കഴിക്കാനേ തോന്നുന്നില്ല. അതൊരു ഗുഡ് ന്യൂസാ. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ ഒരു നേരം ഗോതമ്പ് കഞ്ഞി കുടിച്ചാ മതി. ഗോതമ്പ് കഞ്ഞിയൊക്കെ നീ അങ്ങ് കുടിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഫുഡ് കഴിപ്പ് കുറച്ച് ഓവറാ. ഈ വയറേ വള്ളം പോലെയായി. ഈ കണക്കിന് നീ മുന്നോട്ട് പോയാ ഒരു 3 വർഷത്തിനകം നീ പഞ്ചാര രോഗം വന്ന് വീഴും. ഇവരെന്ത് വൃത്തിയുടെ കൈ വിളിച്ച് പറയുന്നേ? രാജുവിനടുത്ത് നമ്മളെ വിളിച്ചോ? അവരെ വിളിച്ചില്ല. സാധാരണ വരാറാ പതിവ്. എന്ത് മര്യാദയടി ഇതൊക്കെ? ഇവിടെ താഴെമളമ്പേരെ അവരറിഞ്ഞില്ലെങ്കിലോ? പോയി വിളിക്കണേ. ഇരിക്കും മേഡം. ഇവർക്ക് ആഹാരം എടുത്തു കൊടുക്ക്. വേണ്ട, വെറുതെ ആരും ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾ ഇതിനെടുത്ത് കഴിച്ചോളാം.